പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി കുറേ ചോദ്യങ്ങൾ കുറേ ഉണ്ടായിരുന്നുണ്ട്. കുറേ ആൾക്കാർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഏത് ഇടിമിന്നലേൽക്കോ തുരുമ്പ് പിടിക്കോ. നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ തുരുമ്പ് ഒരു പ്രശ്നമല്ലേ, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ചോദിക്കണല്ലോ. നിങ്ങൾക്കൊക്കെ അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇത്ര ഹൈറ്റിലൊക്കെ ഗ്ലാസ് ഇടക്ക് ഒരു കൈവരിയോ ഒന്നും ഇല്ലാതെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പ്രശ്നമല്ലേ, പൊട്ടൂലേ? ഇതൊക്കെ ഗ്രില്ല് സെപ്പറേറ്റ് ഓപ്പൺ ആകുക കേട്ടോ. ഗ്രില്ല് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന ആൾക്കാർക്ക്, ഗ്രില്ലില്ലാതെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് സെപ്പറേറ്റ് ആക്കി വെക്കാം. നമ്മളിപ്പോൾ ഇതാ അവിടെയൊക്കെ വലിയ വിൻഡോകൾ കാണുന്നുണ്ട്. ഈ സൈഡിൽ വലുതൊന്നുണ്ട്, ഇവിടെ 2 ഉണ്ട്. നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു ഹാൾ. ഇതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, എല്ലായിടത്തുണ്ട് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോ ജനാൽ എന്നൊക്കെ പറയാം, ടാറ്റൻ്റെ ആണെന്ന് പറയാം. അപ്പോൾ ആൾക്കാർക്ക് ഇത് വിശ്വാസമാണ് ഇപ്പോൾ ടാറ്റൻ്റെ ആണോന്ന്. അത് ക്വാളിറ്റി കാണിച്ചാൽ ഞങ്ങൾക്ക് പറ്റുമോ ടാറ്റ ആണെന്ന്? അത് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ ഒന്ന് കാണിച്ചു തരാം. അതിൽ ഒളിഞ്ഞു തുടങ്ങിയ ഗാൽവാനോ ടാറ്റ. അപ്പൊ ഇത് 5 വർഷം മുന്നേ ഇങ്ങനെ ഇട്ടതാണ്, അതുകൊണ്ടാണ് ഇത് കാണുന്നത്. അപ്പൊ എന്താണ് 5 വർഷത്തിന് ശേഷമുള്ള റിസൾട്ട് ആണ് ഇത് കണ്ടത്. അതായത് ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ വിൻഡോകൾ അല്ലെങ്കിൽ ജനലുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണല്ലോ. ഇന്നത്തെ കാലത്ത് വുഡിനും അപ്പുറം സ്റ്റീൽ കൊണ്ടും UPVC കൊണ്ടും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ കൊണ്ട് ജനലുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്റ്റീൽ വിൻഡോകൾ തന്നെയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റയുടെ സ്റ്റീൽ വിൻഡോകളാണ്. ടാറ്റയുടെ സ്റ്റീൽ വിൻഡോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി കൂടുതൽ ആളുകൾ സംശയം ചോദിച്ചതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടാറ്റ സ്റ്റീൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് നമ്മൾ സന്ദർശിക്കുന്നത്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അതുമാത്രമല്ല വീടും വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സന്ദർശിക്കാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. വീടിന്റെ അകത്തേക്ക് കയറിയാണ്. റഫീഖ് സാർ ഇവിടെ ഉണ്ട്. റഫീഖ് സാർ എന്തൊക്കെയുണ്ട്? സുഖം. ഇവിടുത്തെ വർക്ക് ഏകദേശം എത്ര ദിവസമായി കംപ്ലീറ്റ് ആയിട്ട്? കുറച്ചായി ചെയ്തിട്ട്. അതിനുശേഷം ഇവിടെ ടൈലിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? വിൻഡോകൾ ഒരുപാടുണ്ട് ഈ വീട്ടിൽ. നമുക്ക് ഇതൊരു വിൻഡോ ഏകദേശം എത്ര വീതി ഉണ്ട്? 2 മീറ്റർ ഉണ്ടാവും. 180 അല്ലേ? 180 ഹൈറ്റും 2 വീതിയുള്ള അല്ലേ? വലിയ വിൻഡോകളാണ് കേട്ടോ ഈ വീട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഒക്കെ വ്യത്യസ്തങ്ങളായുള്ള ഡിസൈനാണ്. ഇതൊക്കെ ഇപ്പോൾ വ്യത്യസ്തമാണെങ്കിലും കുറച്ച് കോമൺ ആയി മാറി. എന്നാലും ഇതിലും അടിപൊളി വിൻഡോ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട് അല്ലേ? ഇത് നമുക്ക് മേലെ പോയിട്ട് കുറെ ഡിസൈനുകൾ കാണാം. നമ്മളിപ്പോൾ ഇതാ അവിടെയൊക്കെ വലിയ വിൻഡോകൾ കാണുന്നുണ്ട്. ഈ സൈഡിൽ വലുതൊന്നുണ്ട്, ഇവിടെ 2 ഉണ്ട്. നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു ഹാള് പോലെ തന്നെയാണ് ഉള്ളത്. സ്റ്റെയറിന്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വിൻഡോകളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ഏകദേശം പെയിന്റിങ് പുട്ടി സ്റ്റേജിലാണ് ഉള്ളത്. ശരിക്കും യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത് ഈ ഒരു വിൻഡോ? അപ്പോൾ ഇതിൻ്റെ പാളിയുള്ളതാകുമ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റ് ആകുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്ട്രക്ചർ കഴിഞ്ഞതിന് ശേഷമാണ് നല്ലത് എന്നാണ്. അതായത് ഈ പാളികളുള്ള ഡോറുകൾ ഇതുപോലുള്ളതാണ് ഈ പറഞ്ഞത്. അതല്ലാതെ ഇത് മാത്രം സ്ട്രക്ചർ എപ്പം വെക്കാം. സ്ട്രക്ചർ സ്റ്റേജിലായാലും ഇതും വെക്കാറുണ്ട്, പക്ഷെ നല്ലത് അതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു. അതായത് ഇത് ഡാമേജ് ആയി പോവാൻ ചാൻസ് കൂടുതൽ അങ്ങനെ വരും. അതായത് സിമെന്റിന്റെ കച്ചറാവാതിരിക്കാനും ചെയ്യുന്നത്. അതെ. ഇതല്ലാതെ ഈ വീട്ടിൽ വലിയ വല്ല വിൻഡോകളുണ്ടോ? കുറച്ച് ഇവിടെ അത്യാവശ്യം വലിയൊരു വിൻഡോ തന്നെയാണല്ലോ ഇത്. കുറച്ച് മോഡൽ അത് ഓപ്പൺ ആണ്. ബാൽക്കണിക്കുള്ള എൻട്രൻസ് ആയിരിക്കും അല്ലേ? ഇതൊരു ലോക്കാണ്. ഇനിയിപ്പോ അത് അത്യാവശ്യം വലിയ നമുക്ക് ഇതിലെ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പറ്റുമോ? പറ്റും. ഒന്ന് ഇറങ്ങി നോക്കിയാലോ നമുക്ക്? ഓക്കെ. ഗ്രില്ല് സെപ്പറേറ്റ് ഓപ്പൺ ആകുക കേട്ടോ. ഗ്രില്ല് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന ആൾക്കാർക്ക്, ഗ്രില്ലില്ലാതെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് സെപ്പറേറ്റ് ആക്കി വെക്കാം. ആ വിൻഡോയുടെ ബ്യൂട്ടി നമുക്ക് കാണാം. ഇവിടെ സ്റ്റെപ്പ് ഒന്നും ക്ലിയർ ചെയ്തില്ല. ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കട്ടോ, ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങണം. അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇതൊരു നല്ല വലിപ്പുണ്ടല്ലോ. ഒരു നില ഫുള്ള് അല്ലേ? ഒരു റൂമിന്റെ ഹൈറ്റ് മൊത്തമായിട്ട് കൊടുത്ത ഒരു വിൻഡോ ആട്ടപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ലൊരു ഡിസൈനാണ്. ഇവിടെ സ്റ്റോൺ വർക്കൊക്കെ വരാനുള്ളതാണ്. നിങ്ങൾക്കൊക്കെ അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇത്ര ഹൈറ്റിലൊക്കെ ഗ്ലാസ് ഇടക്ക് ഒരു കൈവരിയോ ഒന്നും ഇല്ലാതെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പ്രശ്നമല്ലേ, പൊട്ടൂലേ? ഇത് ഇത്ര ഹൈറ്റ് ഉണ്ടാകുമ്പോൾ പിന്നെ സ്റ്റീൽ ആയതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയില്ല.
സ്റ്റീൽ ആയതുകൊണ്ട് അതാണ് പോയിന്റ്. നമ്മൾ മരമാണെങ്കിൽ എന്തായാലും തൂക്കം വരും. അതുപോലെ ബെൻഡ് വരികയാണെങ്കിൽ ഗ്ലാസിന് പൊട്ടാനും ചാൻസ് ഉണ്ട്. ഇതിന് പിന്നെ ആ പ്രശ്നം വരുന്നില്ല, ഏത് കാലാവസ്ഥയിലും നിൽക്കും. സ്റ്റീൽ വിൻഡോകളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ തുരുമ്പ് ഒരു പ്രശ്നമല്ലേ, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ചോദിക്കണല്ലോ. അത് ഇതിപ്പോ ഏകദേശം ഒരുപാടായില്ല, തുരുമ്പ് വരില്ല. അത് നമ്മൾ വേറെ ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് പഴക്കളൊന്നുണ്ട്. എവിടെയാണത്? ഇവിടുത്തെ കുറച്ച് അംഗമ്പത്തിൽ ഉണ്ടാക്കി സ്ട്രെച്ച് ഒരു ഔട്ട്ലൈറ്റ് ഉണ്ട്. ഒരു 3-4 വർഷം പഴക്കമുള്ള 4 വർഷം മുമ്പ് ചെയ്തിട്ടുള്ളതുണ്ട്. അതായത് നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സംഭവം വരാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന്റെ ഉള്ളിലായിട്ടുള്ളൂ. അതിന് തന്നെ നമ്മുടെ നാട്ടില് ഞാൻ ഉപയോഗിച്ചിട്ട് 7 വർഷം എന്റെ വീട്ടിൽ വെച്ചിട്ട്. അതാണ് സ്റ്റാർട്ടിങ് 7 വർഷമാണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇല്ല. അപ്പൊ ഈ കടയിൽ നമ്മൾ ചെയ്ത് നമുക്ക് കാണിച്ചു തരും. 4 വർഷത്തിന് മേലെ ഉണ്ടാവും. 4 വർഷം ഒരു പ്രശ്നമില്ലാതെ അതെന്തായാലും നമുക്ക് കാണണം. പോകുമ്പോൾ നമുക്ക് കാണാം. അതിന്റെ മുമ്പ് ഇനി അപ്പൊ ഇതുപോലുള്ള വലിയ ഡിസൈൻ ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അപ്പോൾ സ്റ്റീൽ തന്നെയാണ്. സ്റ്റീലേ പറ്റുള്ളൂ. കാരണം മരം കൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ UPVC ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെതായ പ്രശ്നങ്ങൾ UPVCക്ക് ഉണ്ട്, ഈ പറഞ്ഞ ബെൻഡിങ് പോലുള്ള. അതുപോലെ ഇനി വേറെ WPC ഉണ്ട്. ഇതൊക്കെ മരമായിട്ട് ടച്ച് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് മെറ്റലിലാകുമ്പോൾ അതൊരു സ്ട്രക്ചറായിട്ട് നിൽക്കും. കാരണം മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മെറ്റൽ കൊണ്ട് വീട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അതിലപ്പുറം ഒന്നും പറയാനില്ല അതിന്. അപ്പോൾ ഇതുപോലുള്ള വിൻഡോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കോസ്റ്റ് ഭയങ്കരമാകും. അതൊരു കുറവാണ്. ഒരുപാട് കുറവാണ് മരത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. ഇത് മരമായിട്ട് മരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെറിയ വുഡ് കൊണ്ട് പറ്റില്ലല്ലോ. നല്ല ഹെവി കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി പ്രൈസ് മരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പിന്നെ ഇതിലേക്ക് ഗ്ലാസ് മാത്രം ഇട്ടാൽ മതി. എങ്ങനെയാണ് ഇതിന് ഗ്ലാസ് ഫിറ്റ് ചെയ്യാന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. സ്ക്രൂകൾ ഉണ്ട്, എന്നിട്ട് നേരെ ഗ്ലാസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ചെയ്യേണ്ടുള്ളൂ കേട്ടോ അതിന്. പിന്നെ അതിന് ശ്രദ്ധിക്കേണ്ടത് ഹിഞ്ചസും കാര്യങ്ങളും ഇതൊക്കെ നല്ല സ്റ്റീൽ തന്നെയാണ് അല്ലേ. നമുക്ക് ഇതിന്റെ ഒറിജിനൽ ഒന്ന് കാണണം. ഇത് പെയിന്റഡ് ആണ്. നമുക്ക് ഇവിടെ അറിയാം കോട്ടിങ് കാണുന്നുണ്ട്. ഇത് പുട്ടി ഇട്ടതായിരിക്കൂല, അത് പുട്ടി ഫിനിഷിലാണ് കേട്ടോ അത് വരുന്നത്. എപ്പോഴും ബാൽക്കണിയിൽ ഭംഗി മാത്രം നോക്കിയിട്ട് പല ആളുകളും UPVC പോലുള്ള വിൻഡോകളൊക്കെ കൊടുക്കുമ്പോൾ ഗ്രില്ല് കൊടുക്കാതെ ചെയ്യാറുണ്ട്. ഗ്രില്ല് കൊടുത്തുകൊണ്ട് UPVC ചെയ്യാം കേട്ടോ, അതല്ല പറഞ്ഞത്. അപ്പോൾ ബ്യൂട്ടി മാത്രം നോക്കിയായിട്ട് ചെയ്യാം. ആ രീതിയിൽ ചെയ്യുന്നവർക്ക് അതില്ലാതെ ഇതിൽ ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഗ്രില്ലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനൊക്കെ നമുക്ക് മെറ്റൽ തന്നെയാണ് വളരെ എളുപ്പം. അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിൻഡോ. വേറെ റൂമിലാണ് ഉള്ളത്. അത്യാവശ്യം 2 വലിയ വിൻഡോ, ഒരു ബെഡ്റൂമാണ്. നല്ല വെളിച്ചമുള്ള ഒരു റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു വിൻഡോ ഒക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി പറയാം ഏകദേശം എത്ര കോസ്റ്റ് കാണണം? 16 രൂപ ഒക്കെ വരുന്നുള്ളൂ. 16 രൂപ ഒക്കെ കണ്ടാൽ മതി. ഈ ഫ്രെയിം ഉൾപ്പെടെ ഫ്രെയിം ഉൾപ്പെടെ ആ ഒരു പ്രൈസ് കണ്ടാൽ മതി. അപ്പോക്സി പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോക്സി പെയിന്റ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹാർഡനർ ഉപയോഗിച്ചാണ് പെയിന്റ് അടിക്കുന്നത്. അതായത് ഒട്ടി പിടിക്കും, ടിന്നറും ഹാർഡനറും കൂടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി കുറെ ചോദ്യങ്ങൾ കുറെ ഉണ്ടായിരുന്നുണ്ട്. കുറെ ആൾക്കാർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഏത് ഇടിമിന്നലേൽക്കോ, തുരുമ്പ് പിടിക്കോ. അതുപോലെ ഇപ്പോ മരം പറഞ്ഞാൽ നമ്മളെ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ, അതിന് പകരം ഇതാവുമോന്നൊക്കെ ഇവർക്കൊക്കെ ഉള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്താ പറയുക? ഇടിമിന്നലിപ്പോ എല്ലാ സ്റ്റെപ്പ് ബിൽഡിങ്ങുകളൊക്കെ വരുന്നപ്പോ അതെ വീട് തന്നെ സ്ട്രക്ചർ സ്ട്രക്ചറിന്റെ കാലത്തായി. കാരണം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ സ്ട്രക്ചറായി മാറി. ഇവിടെ ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാല് ഇത് ലൈഫാണ്, ഒന്നും കംപ്ലൈന്റ് വരില്ല. പിന്നെ നേരത്തെ തുരുമ്പിന്റെ കാര്യം വരില്ല എന്നുള്ള ഗ്യാരണ്ടി. കാരണം ഞാൻ എന്റെ വീടിന് വെച്ചിട്ട് 9 വർഷമായി എന്റെ വീട്ടിലുണ്ടായി. 9 വർഷമായി അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആദ്യം തുടങ്ങി വരുന്ന സമയത്താണ്. അതെ, അന്ന് നമ്മള് യൂട്യൂബ് ഒന്നും ഇല്ലാത്ത കൊണ്ട് ഇത് ആരെയും അറിയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. 9 വർഷമായി. ഇതിപ്പോ വേറൊരു കാര്യം, ഇത് പൈപ്പാണല്ലോ, GI പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. GP ആണ് അപ്പോളോന്റെ GP ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ അതുപോലെ ഇത് ടാറ്റ എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലേ ഉള്ളു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? സെൻസർ വെച്ച് കാണിച്ചു തരാൻ പറ്റും. അതാണ് എവിടെ പോയിട്ട് കാണാൻ പറ്റുക? നമ്മളെ കമ്പനിയിൽ പോയിട്ട് കാണിച്ചു. ഓക്കെ, കമ്പനിയിൽ പോയിട്ട് നമുക്ക് അതിന്റെ ക്വാളിറ്റി എന്താണ് ആ മെറ്റീരിയൽ എന്ന് വ്യക്തമായിട്ട് അറിയണം. എന്നാലേ നിങ്ങൾക്കും എനിക്കും വിശ്വാസമുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ അത്. നമ്മളുള്ളത് ഈ വീടിന്റെ കിച്ചണിലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോ കിച്ചണിൽ നേരത്തെ നമ്മൾ കണ്ട വിൻഡോ പോലെ അല്ല, കുറച്ച് വലിയ വിൻഡോ അല്ലെ, വെർട്ടിക്കൽ വിൻഡോ, കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അല്ല, 1 മീറ്റർ ഹൈറ്റ്, 1 മീറ്റർ ഹൈറ്റും 2 മീറ്ററോളം 1.80 വീതി, 1.80 വീതിയാണ് വീതിയുള്ളതാണ്. ഇതൊക്കെ പാളികൾ കൊടുത്തിട്ട് എന്താ ചെയ്തല്ലേ?
ആ രീതിയിൽ ചെയ്ത വിൻഡോകളാട്ടോ. അവിടെ കിച്ചണിൽ ഇതാ ഈ ഭാഗത്തുണ്ട്, അതുപോലെ ഈ ഭാഗത്തൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ വിൻഡോകള്. GP ആണെന്ന് പറഞ്ഞു. ഇത് നല്ല തിളങ്ങുന്ന സ്റ്റീലാക്കിയിട്ട് കാണാറുണ്ടല്ലോ, ആ രീതിയിൽ ചെയ്യാൻ പറ്റും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ടില്ലേ? റൗണ്ടും ചെയ്യാം, സ്ക്വയറും ചെയ്യാൻ പറ്റൂലേ? ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഫുള്ള് സ്ക്വയർ പൈപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് റൗണ്ടിന്റെ സാമ്പിൾ കാണിച്ചു തരാൻ പറ്റും, അത് കമ്പനിയിലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കമ്പനി ഒന്ന് കാണണം. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് കമ്പനിയിൽ നിന്നാക്കാം. ഇവിടെ ഒരുപാട് മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ സൈറ്റിലേക്ക് പോകാനുള്ളതാണ്. ഇതൊക്കെ ഓർഡർ അനുസരിച്ച് പോകാനുള്ളതാണ്. ഈ ഭാഗത്തൊക്കെ സ്റ്റീല് ഒരു ടീമിനുള്ളതാണ്. വിൻഡോ അതുപോലെ ഡോറുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വർക്ക് പ്രോഗ്രസ്സിലാണ് ഇവിടെ. അപ്പൊ നമുക്ക് റഫീഖ് ഭായ് ഇവിടെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ വിൻഡോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രത്യേകമായിട്ട് പറയാൻ കാരണം ഇത് സ്റ്റീലാണ് അല്ലേ ഉള്ളില്. നമ്മൾ നേരത്തെ കണ്ട പൈപ്പാണ്, അതിന് പകരം സ്റ്റീലിൽ തയ്യാറാക്കിയ വിൻഡോ. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? സ്റ്റീല് ഇത് കുറച്ച് അൺസൈസ് ആണ്, കസ്റ്റമേർഡ് ആണ്. ഇത് വലിയ കുറച്ച് അല്ലേ? പിന്നെ അത് ചെറുതാണ്. ഇതുപോലെ വരുന്നത്. പ്രധാനമായിട്ട് ഇതിന്റെ പൈപ്പ് ഇതാണ്. നമ്മളിപ്പോ അവിടുത്തെ സ്റ്റീല്, പക്ക സ്റ്റീലാണ്. അതിൽ പിന്നെ ഒന്നും ചെയ്യാല്ല, ഫിനിഷ്ഡ് ആണ്. മറ്റേനൊക്കെ നമ്മൾ പെയിന്റ് അടിക്കണം, ഫിനിഷ് ആക്കണം. ഇത് നമ്മൾ വർക്ക് നടക്കുമ്പോ കവർ ചെയ്ത് ഈ കവർ വേണ്ടിട്ടുള്ളതാണ്. അങ്ങനെ നല്ല നൈലോൺ കവറാണ്, ഒരുമിച്ച് പോകില്ല. ഓക്കെ. ഇത് നമ്മള് ഈ വിൻഡോ എത്ര സൈസ് ഉണ്ടാവും? 2 മീറ്റർ ഉണ്ടോ അല്ലേ? 2 മീറ്റർ പിന്നെ 1.50 ഹൈറ്റ് ഉള്ള ഒരു വിൻഡോ ആട്ടോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിന്റെ ചെറിയ സൈസ് ആണോ ഇത്? ഇതെ ചെറിയ സൈസ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇത്ര വലിയ വിൻഡോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അൺസൈസ് കസ്റ്റം മെയ്ഡ് ആണ് അല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റേറ്റ് കുറച്ച് കൂടിയാലും ക്വാളിറ്റി കിട്ടും. എന്നാലും റേറ്റ് അറിയാൻ 19,900 വരുന്നത്. എത്ര? 19,900 ഇതുപോലെ പക്ഷെ നമ്മൾ ഈ സ്റ്റീൽ ഇല്ലാതെ ചെയ്യുമ്പോൾ ഒരുപാട് റേറ്റ് മാറ്റം. അതുപോലെ ഇത് ചെറുതാണ്. ഇതൊക്കെ ശരിക്കും നമ്മള് വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യണം അല്ലെ? ഈ ഒരു രീതിയിൽ സൈസ് വേണമെന്നുള്ളത് നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതിന്റെ മോഡൽ കാണിച്ചു കൊടുക്കും. ഒരുപാട് മോഡലുകൾ ഉണ്ട് വിൻഡോ. നമ്മളിപ്പോ കസ്റ്റമർ ചോദിക്കണം, നമ്മളൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള മോഡലുകൾ ഉണ്ടാവുമല്ലോ, അതവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. അതിനനുസരിച്ച് പിന്നെ പടം തുടങ്ങിയാൽ മതി അല്ലേ? അപ്പൊ ഇവിടെ ഒരു ചെറിയ വിൻഡോ നമ്മൾ കാണുന്നു. ഇപ്പൊ കിച്ചണിലേക്ക് റാക്കിന്റെ മുകളിൽ ഇത് വെച്ചെടുക്കും. റാക്കിന്റെ മേലെ വെച്ചതിന് ശേഷം മേലെ തന്നെ കിച്ചന്റെ കബോർഡ് വരും. അതാണ് മോഡുലാർ കിച്ചനെ കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതും ഡൈനിങ് ഹാളിൽ വെക്കുന്ന വീടുകൾ നമ്മളിപ്പോ കാണാൻ പോകുന്ന ആ വീട്ടിൽ അങ്ങനെയാണ് ചെയ്തിട്ട്. ഇതിന്റെ ഹിഞ്ചസ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഹിഞ്ചസ് അല്ലെങ്കിൽ ലോക്ക് ഇതൊക്കെ ചെയ്ത് സ്റ്റീലാണ്. അതിന്റെ മേലെ നമ്മൾ പെയിന്റ് ചെയ്ത് അല്ലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പുട്ടി പെയിന്റിങ് ആയിരിക്കും അല്ലേ? പുട്ടി പെയിന്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാം നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ മെറ്റീരിയലുകൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ പെയിന്റ് പുട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ തുരുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ചില ഏരിയകളിൽ വെൽഡിങ് ജോയിന്റുകളൊക്കെ വരുന്നൊരു ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കോർണറുകളൊക്കെ വരും കേട്ടോ. അത് നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ട് പുട്ടി ചെയ്യുമ്പോഴാണ് ആ ഒരു വൃത്തി വരിക. ഇതാണ് മെറ്റീരിയൽ കേട്ടോ. കറക്റ്റ് നമ്മള് വിജാഗുരി എന്താ പറയാ, ഹിഞ്ചസ് അതാണ് ഈ കാണുന്നത്. സ്റ്റീലാണ് ഇത് മെറ്റീരിയൽ. ഇതാണ് ഇതിലൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ള സംഭവം. ഇപ്പോൾ പുട്ടി പെയിന്റ് ചെയ്തുകൊണ്ട് അത് കാണുന്നില്ല അല്ലേ? ഇതാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് മോഡലുകൾ കാണിച്ചു തന്നെ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, എല്ലായിടത്തുണ്ട് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോ ജനാൽ എന്നൊക്കെ പറയാം, ടാറ്റൻ്റെ ആണെന്ന് പറയാം. അപ്പോൾ ആൾക്കാർക്ക് ഇത് വിശ്വാസമാണോ ഇപ്പോൾ ടാറ്റൻ്റെ ആണോന്ന്? അത് ക്വാളിറ്റി കാണിച്ചു തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ടാറ്റ ആണെന്ന് അത് ചെയ്യാൻ പറ്റും. ഇവിടെ വർക്ക്ഷോപ്പിൽ കയറിയിട്ട് വീഡിയോ എടുക്കട്ടെ? കാരണം വർക്ക്ഷോപ്പിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടുന്ന് വീഡിയോ എടുക്കാൻ എല്ലാവരും ചെക്ക് ചെയ്യാം. എല്ലാവർക്കും നോക്കാൻ പറ്റും. മറ്റുള്ള മെറ്റീരിയൽ കാണാൻ പറ്റില്ല എന്നുള്ള ടാറ്റ എന്ന് പറഞ്ഞാൽ ശരി സ്ക്രാപ്പ് കൊണ്ട് ഉണ്ടാക്കാത്ത ഒരു മെറ്റീരിയൽ ടാറ്റയേ ഉള്ളൂ. അതെ, ടാറ്റയിലുള്ള വിശ്വാസമാണ് ആൾക്കാർ അങ്ങനെയാണ് അതിലേക്ക് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്ന് ഫാക്ടറി കാണാൻ പറ്റും. ചെയ്തത് സ്റ്റാർട്ടിങ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോ അതിന്റെ ഫാക്ടറിയിൽ കാണാം. കമ്പിപ്പട്ട മോഡലാണ്. ചില കസ്റ്റമറിന് ഇങ്ങനത്തെ വേണമെന്ന് പറയുമ്പോൾ അതെ ഇത് ഈ കമ്പിപ്പട്ട വെച്ച് കൊടുക്കും. ഈ മോഡലും ചെയ്യും അല്ലേ? ഇതിന് പിന്നെ പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ GP ഉണ്ടല്ലോ, അതുമാതിരി GI പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റീൽ ഉപയോഗിക്കുന്നുണ്ട്, GP ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഓരോ കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുന്നതാണ്. ഇതിപ്പോ ഇതേപോലെ ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചല്ലേ? ഇനി ഇതിൽ പൊട്ടിയിട്ട് പെയിന്റ് ചെയ്യും. ഇവിടെ പൊട്ടിയിട്ട് പെയിന്റ് ചെയ്യും. അതോടെ അത് തീർന്ന്. അതാണ് അതിന്റെ പരിപാടി. അപ്പൊ ഇതാണ് കേട്ടോ ഉള്ളിലുണ്ടാകുന്ന സ്ട്രക്ചർ. നമ്മൾ ഇതിന്റെ കളറ് കാണുമ്പോൾ അത് പൊട്ടിയിട്ട് പെയിന്റ് ചെയ്ത കളറാണ്.
പിന്നെ ഇനിയും എനിക്ക് സംശയം, നമുക്കൊക്കെ സംശയം ഉണ്ടാവും, ഇതിപ്പോ ടാറ്റയാണെന്ന് ഇപ്പൊ അറിയണമെങ്കിൽ എന്താ ഇതിപ്പോ മറ്റേ അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ? ഓരോ ഇതിലും മറ്റേതുണ്ടാവും, സെൻസറോ? എന്താ ഒന്ന് കാണിച്ചു കൊടുത്തരാ. അതിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ ഒരു ലെറ്ററുകള്. ഓക്കെ, അതിന്റെ സ്റ്റാർട്ടിങ്ങിലൊന്ന് തുടങ്ങിയാണ് ഗാൽവാനോ ടാറ്റ സ്റ്റീൽ. അപ്പൊ അതാണ് നമ്മളിപ്പോ കണ്ട. അതിപ്പോ ഒരു ഷീറ്റുമില് ഒരു ഭാഗത്തേ ഉണ്ടാവുള്ളൂ, എല്ലാത്തിനും ഉണ്ടായിക്കോളന്നില്ല. അതെ അതെ, അത് ശ്രദ്ധിക്കണം. നമ്മളിപ്പോ അതില്ലാന്ന് പറഞ്ഞിട്ട് അതാക്കണ്ട, കാരണം ഒരു ഷീറ്റുമ്പോ മൊത്തമായിട്ട് പ്രിന്റ് അടിച്ച് വരാൻ പറ്റില്ലല്ലോ. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏത് സൈറ്റിലേക്കുള്ള വർക്കാണ്? അപ്പോ തൃശ്ശൂരിലേക്കുള്ള പ്രൊജക്റ്റ് ആണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പൊ ചെയ്യുന്നുണ്ട് അല്ലേ? കൊല്ലം പോവാണ്ട് അല്ലേ? വയനാട് മൊത്തത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഓർഡറിനനുസരിച്ച് ഇതുപോലെ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളിപ്പോ നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഫാക്ടറിയിലാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ കയറ്റി വിടുന്നുണ്ട്, പെയിൻറ്റിങ് നടക്കുന്നുണ്ട്, പുട്ടി വർക്ക് നടക്കുന്നുണ്ട്, വെൽഡിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർക്ക് നടന്ന് നമ്മൾ റഫീഖ് ഭായിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമുക്ക് ഒരു വർക്ക് സൈറ്റും കൂടെ കാണണമെന്നുണ്ട്. ഇവിടെ അടുത്തൊരു വർക്ക് നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് വീടിൻ്റെ വർക്ക് കാണാം. അതിന് മുമ്പ് ഇതാണ് കേട്ടോ പുട്ടി ഇങ്ങനെ കോർണറുകളിലൊക്കെ വെൽഡിങ് ക്ലീൻ ചെയ്ത് അവിടെ ഫിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കുന്നുംപുറത്തുള്ള ഡിസ്പ്ലേ ഷോറൂമിലാട്ടോ എത്തിയിരിക്കുന്നത്. റോഡ് സൈഡിലാണ്, ചെറിയ നോയ്സ് ഒക്കെ ഉണ്ടാവും. അവിടെ കുറേ ഡിസ്പ്ലേകളുണ്ട്. ഇത് എത്ര വർഷം മുമ്പ് ചെയ്ത ഡിസ്പ്ലേകളാണ്? ഏറ്റവും പഴക്കമുള്ളതാണ് അവിടെ ഉള്ളത്, ആ സൈഡിലുള്ളത്. ആ സൈഡിലോ? എത്ര പഴക്കം ഉണ്ടാവും? ഏകദേശം 4 വർഷത്തിന് മേലെ ഉണ്ടാവും ഈ സൈഡിലല്ലേ? അതെ. വെയിലും മഴയും കൊണ്ടിട്ട് അതെ, ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വെയിലും മഴയും കൊള്ളും. അതെ, ഇപ്പോഴാണ് ഇപ്പോൾ കയറ്റി വെച്ചത്. അതിന് മുന്നേ ഇവിടെ പുറത്തായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പ്രശ്നമൊന്നുമില്ല. ഇത് അന്നേ പുട്ടിയിട്ടിരുന്നോ? അതെ, അത് അങ്ങനെ അന്നത്തെ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിപ്പോ പുട്ടിയിട്ടിണ് അല്ലേ? അന്നത്തെ പുട്ടിയിട്ടിണ്. ഈ പുട്ടിയിട്ടില്ലെങ്കിൽ തുരുമ്പ് പിടിക്കൂല. അത് പുട്ടിട്ടില്ല, നമ്മള് വെൽഡിങ്ങിന്റെ ഭാഗത്ത് പുട്ടിയിട്ട് കൊടുക്കണം. ഈ കോട്ടിങ് ഇല്ലാഞ്ഞാല് തുരുമ്പ് പിടിക്കില്ല, അവർ കറമായിട്ട് വരും. ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാമ്പിൾ അങ്ങനെ ഒന്നും ചെയ്യാതെ വെച്ചിട്ടുണ്ട്, ആൾക്കാരെ സംശയം തീർക്കാനായിട്ടുള്ള സംഭവം അല്ല, എന്റെതും കൂടി തീരാൻ വേണ്ടി. അതെ, എല്ലാരും സംശയം, കാരണം അന്ന് തുടങ്ങുമ്പോ ഇത് സംശയമാണ്, തീർക്കാനുള്ള മാർഗമാണ്. കുറഞ്ഞ ഭാഗം ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണല്ലേ ഈ വിൻഡോ? ഇവിടെ ഇവിടെ അങ്ങനെ ഒഴിവാക്കിയിട്ടതാണ്. ഇത് എന്തുകൊണ്ട് ഇതും മാറ്റം അല്ലെ? ഇത് തന്നെയാണ് മാറ്റം അല്ലെ? ഇത് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തേ. അപ്പൊ ഇത് 5 വർഷം മുന്നേ ഇങ്ങനെ ഇട്ടതാണ്, അതുകൊണ്ടാണ് ഇത് കാണുന്നത്. അപ്പൊ എന്താണ് 5 വർഷത്തിന് ശേഷമുള്ള റിസൾട്ട് ആണ് ഇത് കണ്ടത്. അതായത് പുട്ടി ഫിനിഷും ചെയ്യാതെ ഡയറക്റ്റ് ഇവിടെ മാത്രം പെയിന്റ് കളഞ്ഞതാണ് ഞാൻ. അതെ, അതാണ് ഈ കാണുന്ന റിസൾട്ട്. ഫിനിഷ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? 5 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഉണ്ടാവും അല്ലെ? ഇതിഞ്ഞ് ഒന്ന് പേപ്പർ ഇട്ട് വരുത്തി ചെയ്താൽ തന്നെ തീരാവുന്ന പ്രശ്നമുള്ളൂ. അതിഞ്ഞ് ഞാനിത് ഇങ്ങനെ തന്നെ വെക്കുള്ളൂ, എത്രത്തോളം എന്താണ് വരുന്ന റിസൾട്ട് കിട്ടാൻ വേണ്ടി. അത് നല്ലൊരു തീരുമാനമാണ്, കാരണം എല്ലാവർക്കും സംശയം തീരും. എന്റെ വീട്ടില് ഞാൻ ഒന്നും ഉപയോഗിച്ചാണല്ലോ, അത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പെയിന്റ് അടിച്ചിട്ടുള്ളൂ. ഈ 8 വർഷം പെയിന്റ് അടിക്കാതെ ഇട്ടിട്ട് കഴിഞ്ഞ ലോക്ക്ഡൌൺ ആണ് പെയിന്റ് അടിച്ചത്. അതും എന്റെ ഒരു പരീക്ഷണമാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളായിട്ട് ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതും കുറെ മുമ്പ് ഉണ്ടാക്കിയത് തന്നെയാണ് അല്ലേ? ഇതൊക്കെ ഈ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഇതിന്റെ ഡിസ്പ്ലേ ആക്കാൻ വേണ്ടിട്ട് ഇത് അതിന്റെ ശേഷം ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത വെയിലും മഴയും ഡയറക്റ്റ് കൊള്ളുന്ന നിലത്താ കിടക്കുന്നത്, മഴ എല്ലാം കൊള്ളുന്നുണ്ട്. അതെ, ചെതലെന്തായാലും ഉണ്ടാവില്ല, തുരുമ്പ് ഇതില് കാണാനുണ്ടാവില്ല. അത് ഗ്യാരണ്ടിയാണ്. ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒന്നും സംഭവിക്കില്ല. അപ്പൊ വളരെയധികം നന്ദി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന്. അത് മാത്രമല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ല വ്യൂവേഴ്സിന് ഈ ഒരു സംഭവം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കേരളത്തിന്റെ എവിടെയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും, എവിടെയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് തൈക്കാടൻ സ്റ്റീൽസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സേവനം ആവശ്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.